ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്നത്തെ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമുണ്ടായിരുന്നോ? അപ്പോൾ നാളെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് അഥവാ സാമൂഹ്യശാസ്ത്രം എക്സാമാണ്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസിൻ്റെ ക്രിസ്മസ് എക്സാം 2025-26 അല്ലെങ്കിൽ സെക്കൻഡ് ടൈം എക്സാം 2025-26 ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി കൂട്ടുകാരുടെ എക്സാമൊക്കെ കഴിയുകയാണല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിലെ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. യു ഹാവ് 50 minutes ടു റീഡ് ദ ക്വസ്റ്റ്യൻസ് ബിഫോർ ആൻസറിങ്. ആൻസർ ചെയ്യുന്നതിന് മുൻപേ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ ഒരു സമയത്ത് കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അറ്റംപ്റ്റ് എനി 5 ആക്ടിവിറ്റീസ് ഫ്രം ദ 7 ഗിവൻ. നിങ്ങൾക്ക് 7 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരിക്കും. അതിലേതെങ്കിലും 5 എണ്ണത്തിന് കൂട്ടുകാർ ഉത്തരം എഴുതിയാൽ മതി. 2 എണ്ണം കൂട്ടുകാർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ആൻസർ ഓൾ സബ് ക്വസ്റ്റ്യൻസ് ഇൻ ദ ചൂസൺ ക്വസ്റ്റ്യൻസ്. നിങ്ങളിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് രണ്ടാമത്തെ ആക്ടിവിറ്റി എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ABCD എന്ന് പറഞ്ഞ് 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ 4 എണ്ണത്തിനും കൂട്ടുകാർ ഉത്തരം എഴുതിയിരിക്കണം. ഒരിക്കലും എഴുതാതിരിക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയിലെയും സബ് ആക്ടിവിറ്റീസ് എഴുതാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 1 നോക്കാം. എ ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഫൈൻഡ് ഡയറക്ഷൻസ് യൂസിങ് ദ പൊസിഷൻ ഓഫ് ദ സൺ. സണ്ണിൻ്റെ പൊസിഷൻ നോക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഈസ് ഡയറക്ഷൻസ് യൂസിങ് ദ സൺ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സണ്ണ് റൈസ് ചെയ്യുന്നത് എവിടെയാണ്? ഈസ്റ്റിലാണ്. ബൈ ഫേസിങ് ദ റൈസിങ് സൺ ദ വെസ്റ്റ് ഈസ് ബിഹൈൻഡ്. നമ്മൾ സണ്ണിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ബിഹൈൻഡ്, അതായത് നമ്മുടെ പിന്നിലുള്ളത് വെസ്റ്റ് ആണ്. ദ നോർത്ത് ഈസ് ടു ദ ലെഫ്റ്റ്. നോർത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ്, അതായത് ഇടതുവശത്തുള്ളത്. അതുപോലെ സൗത്ത് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലായിരിക്കും, അതായത് വലത്ത് സൈഡിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സണ്ണിൻ്റെ പൊസിഷൻസ് യൂസ് ചെയ്തിട്ട് ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതിലെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് എ കോമ്പസ് ഇൻ നാവിഗേഷൻ. നാവിഗേഷനിൽ ഒരു കോമ്പസിൻ്റെ പേർപ്പസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് കൂട്ടുകാരെ? ആൻസർ ഈസ് എ കോമ്പസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഡയറക്ഷൻസ്. ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഡയറക്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ മാഗ്നറ്റിക് നീഡിൽ ദാറ്റ് ഓൾവേസ് പോയിൻറ്റ്സ് നോർത്ത് സൗത്ത്. നോർത്ത് സൗത്തിലേക്കായിട്ട് നിൽക്കുന്ന ഒരു മാഗ്നറ്റിക് നീഡിൽ അതിനെപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കോമ്പസിൻ്റെ നാവിഗേഷനിൽ വരുന്ന പേർപ്പസ്. അതിലെ സി ക്വസ്റ്റ്യൻ, ഡ്രോ ആൻഡ് മാർക്ക് ദ 4 കാർഡിനൽ ഡയറക്ഷൻസ് ഓൺ എ സിമ്പിൾ ലേഔട്ട് ഓഫ് എ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിൻ്റെ സിമ്പിൾ ലേഔട്ടിൽ നമ്മളോട് കാർഡിനൽ ഡയറക്ഷൻസ് വരയ്ക്കാനും അതിൽ മാർക്ക് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 4 കാർഡിനൽ ഡയറക്ഷൻസ് ഉണ്ട്. അത് നമുക്കൊന്ന് എങ്ങനെയാണ് അത് വരയ്ക്കേണ്ടത് എന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. കൂട്ടുകാർ അതുപോലെ ഒന്ന് വരയ്ക്കണം കേട്ടോ. ആൻസർ, മാർക്ക് നോർത്ത് അറ്റ് ദ ടോപ്പ്. ടോപ്പിലായിട്ട് നിങ്ങൾ നോർത്ത് മാർക്ക് ചെയ്യണം. സൗത്ത് അറ്റ് ദ ബോട്ടം, താഴെ നിങ്ങൾ സൗത്ത് മാർക്ക് ചെയ്യണം. അതുപോലെ റൈറ്റ് സൈഡിൽ ഈസ്റ്റ്, വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അത് നിങ്ങൾ ക്ലാസ് റൂം ലേഔട്ടിലൊന്ന് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അതിലെ ആക്ടിവിറ്റി 2-ലെ എ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ മേജർ സ്റ്റേജസ് ഇൻ ദ എലക്ഷൻ പ്രോസസ്. എലക്ഷൻ പ്രോസസ്സിൽ വരുന്ന മേജർ ആയിട്ടുള്ള സ്റ്റേജസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഈസ് നോട്ടിഫിക്കേഷൻ ഓഫ് ദ എലക്ഷൻ. എലക്ഷന് നോട്ടിഫിക്കേഷൻ കൊടുക്കണം. നെക്സ്റ്റ് 2 വരുന്നത് ഫില്ലിംഗ് ഓഫ് നോമിനേഷൻസ്. നോമിനേഷൻസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് 3 സ്ക്രൂട്ടിനി ആൻഡ് വിഡ്രോവൽ ഓഫ് നോമിനേഷൻസ്. നമുക്ക് വിഡ്രോവൽ ചെയ്യാനും അതുപോലെ സ്ക്രൂട്ടിനി ചെയ്യാനും ഒക്കെ പറ്റും നോമിനേഷൻസ്. അതാണ് 3rd സ്റ്റേജ് എന്ന് പറയുന്നത്. 4th സ്റ്റേജ് ഈസ് ക്യാമ്പയിനിങ് ആൻഡ് 5th ഈസ് വോട്ടിംഗ്. 6th സ്റ്റേജ് ആണ് കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേജസ് വരുന്നത് ഒരു ഇലക്ഷൻ പ്രോസസ്സിൻ്റെ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വൈ ഈസ് വോട്ടിംഗ് ആൻ ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ഇൻ എ ഡെമോക്രസി. ഒരു ഡെമോക്രസിയിൽ എന്താണ് വോട്ടിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? ഇറ്റ് അലൗസ് സിറ്റിസൺസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡെമോക്രസി. ഡെമോക്രസിയിൽ സിറ്റിസൺസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അത് അലോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ചൂസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഹൂ വിൽ വർക്ക് ഫോർ ദ പബ്ലിക്. ആരാണോ നമ്മുടെ പബ്ലിക്കിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് അവരെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ചൂസ് ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഡെമോക്രസിയിൽ വോട്ടിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്.
നെക്സ്റ്റ് അതിലെ സി ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ഹൗ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് EVMs എന്നാണ് പറയുന്നത്. അതിനെ ആർ യൂസ്ഡ് ഇൻ എലക്ഷൻസിൽ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ആൻസർ 2 സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. വോട്ടേഴ്സ് പ്രസ് എ ബട്ടൺ അഗെയിൻസ്റ്റ് ദ നെയിം ഓഫ് ദെയർ ചൂസൺ കാൻഡിഡേറ്റ്. അവർ ഓരോരുത്തർ ചൂസ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ നെയിമും അതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് വോട്ടിംഗ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടായിരിക്കും. അതിൽ വോട്ടേഴ്സ് പ്രസ് ചെയ്യും. അതുപോലെ ദ മെഷീൻ റെക്കോർഡ്സ് ദ വോട്ട് ഡിജിറ്റലി ആൻഡ് എൻഷൂസ് അക്യൂറസി. അപ്പോൾ ആ ഒരു മെഷീന് ഡിജിറ്റലി ആയിട്ട് ആ വോട്ട് റെക്കോർഡ് ചെയ്യുകയും അതിൻ്റെ അക്യൂറസി എൻഷൂർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് അഥവാ EVMs യൂസ് ചെയ്തിട്ട് വോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 എ ക്വസ്റ്റ്യൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഹൗ ദ ഇൻവെൻഷൻ ഓഫ് ദ വീൽ ഇമ്പാക്ട് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ട്രേഡിനെയും ട്രാൻസ്പോർട്ടേഷനെയും വീല് ഇൻവെൻറ്റ് ചെയ്തതിൽ എന്ത് ഇമ്പാക്റ്റാണ് അത് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഇംപ്രൂവ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് പീപ്പിൾസിൻ്റെയും ഗുഡ്സിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ ഇംപ്രൂവ് ചെയ്തു. നെക്സ്റ്റ് അലൗഡ് ലോങ്ങർ ഡിസ്റ്റൻസസ് ടു ബി കവേർഡ്. ലോങ്ങർ ഡിസ്റ്റൻസസ് കവർ ചെയ്യാൻ അത് സഹായിച്ചു. റെഡ്യൂസ്ഡ് ഫിസിക്കലായിട്ടുള്ള വർക്ക് ലോഡ് അത് കുറച്ചു. അങ്ങനെയൊക്കെയാണ് വീലിൻ്റെ ഇൻവെൻഷൻ കൊണ്ട് നമുക്ക് ഉപകാരപ്പെട്ടത്, അതായത് ട്രാൻസ്പോർട്ടേഷനിലും ട്രേഡിലും ഉപകാരപ്പെട്ടിട്ടുള്ളത്. അതിലെ ബി ക്വസ്റ്റ്യൻ നെയിം 2 അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് കമ്പയർഡ് ടു എയർ ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ടിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ 2 അഡ്വാൻറ്റേജസ്. അപ്പോൾ നമുക്ക് 2 എണ്ണം നോക്കാം. ഫസ്റ്റ് വൺ accessible ഫോർ ഷോർട്ട് ഡിസ്റ്റൻസസ്. നമുക്കിപ്പോൾ കുറച്ച് ദൂരം കുറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ നമുക്ക് റോഡ് ട്രാൻസ്പോർട്ടാണ് ഒന്നും കൂടെ ബെറ്റർ. നെക്സ്റ്റ് ഫ്ലെക്സിബിൾ റൂട്ട്സ് ആൻഡ് സ്കെഡ്യൂൾസ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റൂട്ട്സും സ്കെഡ്യൂൾസും ആണ്. അതിൽ സി ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ കൺട്രി വിത്ത് ദ സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. ഈ വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഉള്ള കൺട്രി ഏതാണ് എന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് കൂട്ടുകാരെ? ആൻസർ ഈസ് ഇന്ത്യ. ആക്ടിവിറ്റി 4 എ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം 3 റിവേഴ്സ് ഇൻ കേരള ആൻഡ് ഡിസ്ക്രൈബ് ദയർ ഇമ്പോർട്ടൻസ്. നമ്മുടെ കേരളത്തിലുള്ള 3 റിവേഴ്സിൻ്റെ നെയിം എഴുതാനും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പെരിയാർ, പ്രൊവൈഡ്സ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി. നമുക്ക് ഡ്രിങ്ക് ചെയ്യാനുള്ള വാട്ടറും അതേപോലെ ഇലക്ട്രിസിറ്റിയും കിട്ടുന്നത് പെരിയാർ റിവേഴ്സിൽ നിന്നാണ്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഈസ് ഭാരതപ്പുഴ, സപ്പോർട്ട്സ് അഗ്രികൾച്ചർ. തേർഡ് വൺ ഈസ് പമ്പ, ഇമ്പോർട്ടൻറ്റ് ഫോർ ഇറിഗേഷൻ ആൻഡ് കൾച്ചറൽ ഈവൻറ്റ്സ്. അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ ലിസ്റ്റ് 2 ways in which geography influences the daily life of people in your area. ഏത് ജോഗ്രഫിയാണ് നമ്മുടെ ഏരിയാസിലുള്ള ആളുകളുടെ ഡെയിലി ലൈഫിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഈസ് ഹില്ലി റീജിയൻ സപ്പോർട്ട് ടീ ആൻഡ് കോഫി പ്ലാന്റേഷൻസ്. ഹില്ലി റീജിയൻസ് ആണ് ടീയും അതേപോലെ കോഫി പ്ലാന്റേഷൻസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ കോസ്റ്റൽ ഏരിയാസ് ഡിപ്പെൻഡ് ഓൺ ഫിഷിംഗ് ആൻഡ് ടൂറിസം. കോസ്റ്റൽ ഏരിയാസ് ടൂറിസത്തിനെയും ഫിഷിങ്ങിനെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് അതിൽ സി ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ ഇൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ സോയിലിൻ്റെയും വാട്ടറിൻ്റെയും റോൾ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആൻസർ ഈ സോയിൽ പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റിൻ്റെ വളർച്ചയ്ക്കായിട്ട് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് സോയിലാണ്. അതുപോലെ തന്നെ വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഇറിഗേഷൻ ആൻഡ് സസ്റ്റെയിനിങ് ക്രോപ്സ് സസ്റ്റെയിൻ, അതായത് ക്രോപ്സ് നിലനിൽക്കാനും അതേപോലെ ഇറിഗേഷനും നമ്മുടെ വാട്ടറാണ് എസെൻഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സോയിലിൻ്റെയും വാട്ടറിൻ്റെയും അഗ്രികൾച്ചറിലുള്ള റോള്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 അതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 2 കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് യൂസ്ഡ് ബൈ ഏർലി ഹ്യൂമൻസ്. ആദ്യ മനുഷ്യർ യൂസ് ചെയ്തിരുന്ന 2 കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഈസ് ബോഡി ആൻഡ് ഫേഷ്യൽ മൂവ്മെൻറ്റ്സ്. നെക്സ്റ്റ് യൂസിങ് ഫയർ ആൻഡ് സ്മോക്ക് സിഗ്നൽസ്. ഫയേഴ്സ് യൂസ് ചെയ്തിട്ടും അതുപോലെ സ്മോക്ക് സിഗ്നൽസ് യൂസ് ചെയ്തിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ ഫേഷ്യലും ബോഡി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഏർലി ഹ്യൂമൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അതിലെ ബി ക്വസ്റ്റ്യൻ വൈ ഈസ് ദ ഇൻവെൻഷൻ ഓഫ് ദ പ്രിൻറ്റിംഗ് പ്രസ് കൺസിഡേർഡ് എ മൈൽ സ്റ്റോൺ ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ പ്രിൻറ്റിംഗ് പ്രസ് ഒരു മൈൽ സ്റ്റോൺ ആണ്, അതിൻ്റെ ഇൻവെൻഷൻ ഒരു മൈൽ സ്റ്റോൺ ആണ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻസർ ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ദ പ്രിന്റിംഗ് പ്രസ് അലൗഡ് ഫാസ്റ്റർ ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് മെയ്ഡ് ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ആക്സസിബിൾ ടു മോർ പീപ്പിൾ. സി ക്വസ്റ്റ്യൻ ലിസ്റ്റ് 3 മോഡേൺ ടൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദയർ യൂസസ്. കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്തിരുന്ന മോഡേൺ ടൂൾസും അതുപോലെ അതിൻ്റെ യൂസസും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 എണ്ണം എഴുതണം. നമുക്ക്
നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺസ് എന്താണ്? ഇൻസ്റ്റൻറ്റ് കോൺവെർസേഷൻസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇൻ്റർനെറ്റ്, ഷെയറിംഗ് ഇൻഫർമേഷൻ ഗ്ലോബലി, ടെലിവിഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്, ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്ന മോഡേൺ ആയിട്ടുള്ള ടൂൾസും അതിൻ്റെ യൂസസും. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ആണ്. അതിലെ എ ക്വസ്റ്റ്യൻ, നെയിം 2 മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് ആർ സ്യൂട്ടബിൾ ഫോർ ക്യാരിയിങ് ഗുഡ്സ് ഓവർ ലോങ് ഡിസ്റ്റൻസസ്. ലോങ് ഡിസ്റ്റൻസിലേക്ക് ഗുഡ്സ് ക്യാരി ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് മോഡ്സ് എഴുതാനാണ് പറയുന്നത്. അത് 2 എഴുതണം. ആൻസർ ഈസ് ഒന്നാമത്തേത് റെയിൽവേസും രണ്ടാമത്തേത് വാട്ടർവേസും ആണ്. അതിലെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഓവർ പ്രൈവറ്റ് വെഹിക്കിൾസ്. പ്രൈവറ്റ് വെഹിക്കിൾസിനേക്കാളും നമ്മൾ എന്തുകൊണ്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രിഫർ ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. റെഡ്യൂസസ് ട്രാഫിക് കൺജക്ഷന് കുറയ്ക്കും. അതുപോലെ തന്നെ ഡിക്രീസസ് പൊല്യൂഷൻ ലെവൽസ് കുറയും. അപ്പോൾ ഇത് കാരണമൊക്കെയാണ് നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസിനേക്കാളും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഒന്നും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിലെ സി ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓഫ് ഇൻക്രീസിങ് വെഹിക്കിൾസ് ഓൺ ദ റോഡ്സ്. നമ്മുടെ റോഡുകളിലൊക്കെ വെഹിക്കിൾസിൻ്റെ എണ്ണങ്ങൾ കൂടുന്നത് കൊണ്ടുള്ള എന്തൊക്കെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓഫ് ഇൻക്രീസിങ് വെഹിക്കിൾസ് ലെഡ്സ് ടു ഹയർ എയർ ആൻഡ് നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ എയറിൻ്റെ അളവ് കൂടും. അതുപോലെ കോൺട്രിബ്യൂട്ട്സ് ടു ഗ്ലോബൽ വാർമിങ്ങിലേക്ക് ഇത് നയിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി 7, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി. അതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ കീ ഡിഫറൻസസ് ബിറ്റ്വീൻ ലാൻഡ്, വാട്ടർ ആൻഡ് എയർ ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ടിൻ്റെയും ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെയും ഒക്കെ അത് തമ്മിലുള്ള 3 കീ ഡിഫറൻസസ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ, ലാൻഡ് ട്രാൻസ്പോർട്ട് സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ആൻഡ് മീഡിയം ഡിസ്റ്റൻസസ്. ചെറുതും അതുപോലെ തന്നെ മീഡിയം ആയിട്ടുള്ള ഡിസ്റ്റൻസിനൊക്കെ നമുക്ക് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ലാൻഡ് ട്രാൻസ്പോർട്ട് തന്നെയാണ്. നെക്സ്റ്റ്, വാട്ടർ ട്രാൻസ്പോർട്ട് യൂസ്ഡ് ഫോർ ഹെവി ഗുഡ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡിനും അതുപോലെ തന്നെ ഹെവി ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് ഈസ് എയർ ട്രാൻസ്പോർട്ട്, ബെസ്റ്റ് ഫോർ ലോങ് ഡിസ്റ്റൻസസ് ആൻഡ് എമർജൻസീസ്. ലോങ് ഡിസ്റ്റൻസസിനും അതുപോലെ തന്നെ എമർജൻസീസിനൊക്കെ നമുക്ക് ഒന്നും കൂടെ കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ളത് എയർ ട്രാൻസ്പോർട്ട് തന്നെയാണ്. അതിലെ ബി ക്വസ്റ്റ്യൻ, മെൻഷൻ 2 അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് അഥവാ ജലഗതാഗതത്തിൻ്റെ 2 അഡ്വാൻറ്റേജസ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ ഈസ് ഫസ്റ്റ് വൺ, റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്. വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഒന്നും കൂടെ മറ്റുള്ളതിനെ റിലേറ്റ് ചെയ്യുമ്പോൾ ലെസ് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി വിത്ത് ലോവർ പൊല്യൂഷൻ ലെവൽസ്. എക്കോ ഫ്രണ്ട്ലി ആണ്, ലോവർ പൊല്യൂഷൻ ലെവൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് ഒന്നുകൂടെ ബെറ്റർ ആണ് എന്ന് പറയുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് അതിലെ സി ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഇംപ്രൂവ് എക്കണോമിക് ഗ്രോത്ത് ഇൻ എ റീജിയൻ. ഒരു റീജിയണിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം അതിലെ എക്കണോമിക്കിൽ ഇംപ്രൂവ്മെൻറ്റ്സ് തരുന്നത്. ആൻസർ, എൻഹാൻസസ് ട്രേഡ് ബൈ കണക്റ്റിംഗ് മാർക്കറ്റ്സ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രിയേറ്റ്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ലോജിസ്റ്റിക്സിലും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒരു റീജിയൻ്റെ എക്കണോമിക് ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 7 ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും നിങ്ങളുടെ സോഷ്യൽ സയൻസ് എക്സാം നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി best and thanks for watching.